ജെസ്സിന്റെ കല്യാണം എപ്പോഴാണ് അത് പറ. കല്യാണം എപ്പോഴാന്ന് ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും as soon as possible. Yeah, there is possibility. നിങ്ങൾ എല്ലാവരും വന്ന കളറാവൂലേ? ഓ പിന്നല്ല. ഓ ഇന്ന് അടിപൊളിയായിരുന്നു. ആക്ച്വലി സ്റ്റേജിൽ നിങ്ങളാണോ ബേബി ഫാസ്റ്റിലാണോ എന്ന് കൺഫ്യൂസ് ആയി പോയി. ബട്ട് അടിപൊളിയായിരുന്നു. നിങ്ങൾ എല്ലാവരും വന്നതാണ് ആക്ച്വലി അധികം കളറായത്. ബിക്കോസ് എവിടെ നോക്കിയാലും ഇറ്റ് ഇസ് ലൈക്ക് ഇവൻ്റെ ഭയങ്കര അടിപൊളി വീഡിയോസൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും അത്ര റെസ്പെക്ട്ഫുൾ ആയിട്ടും ഒരു കൺസിഡർ ചെയ്തിട്ട് വന്നല്ലോ. സോ എവിടത്തെ വന്ന ആൾക്കാരെ എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാവരും വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്കിങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മറന്നിട്ടില്ല. ഇപ്പോൾ 1 വർഷമായി മേ ബി സ്റ്റാർ മാജിക്കൊക്കെ കഴിഞ്ഞിട്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ എല്ലാവർക്കും തരുന്ന ആ ഒരു സ്നേഹം ആൻഡ് സപ്പോർട്ട് ഇറ്റ് മീൻസ് എ ലോട്ട്. അതും ഞാൻ പുറത്തുനിന്ന് വന്നാൽ എനിക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്ത് തരുന്ന ഒരു ഇഷ്ടപ്പാടുണ്ടല്ലോ. ഐ റിയലി ലവ് ദാറ്റ്. താങ്ക് യു. ഓ നിങ്ങൾക്ക് തോന്നിയില്ലേ ഞങ്ങൾ എവിടെ കൂടും അവിടെ സ്റ്റാർ മാജിക് നടക്കും. അതെ അതപ്പോൾ ചെയ്തോ ഫീൽ ചെയ്തോ? ഓ പിന്നല്ല നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും വൈബ്. ദാറ്റ്സ് വാട്ട് ഇസ് സ്റ്റാർ മാജിക്. തോന്നിയല്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടു. അതാണ് നമ്മൾ, അതായിരുന്നു നമ്മൾ. അതുപോലെ ആയിരിക്കട്ടെ എപ്പോഴും. യാ സോ വാട്ട് എൽസ് ടു സേ? അത് നിങ്ങളെല്ലാവരും എന്നെ പിടിച്ചതുകൊണ്ടല്ലേ. ആ ആക്ച്വലി എനിക്ക് ഒരുപാട് ലൈക്ക് എന്താ പറയുക നല്ല അഭിപ്രായം. ബിക്കോസ് ഇറ്റ്സ് ബീൻ എ വെരി ടഫ് യുനോ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര ടഫ് ഇയർ ആയിരുന്നു ലാസ്റ്റ് ഇയർ എനിക്ക്. 2025 എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് കഷ്ടങ്ങൾ, ഒരു ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു. സോ ഒരിക്കലും എനിക്ക് ഇങ്ങനെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ച ഒരു ഇയർ അല്ല 2026. ഫസ്റ്റ് ഓഫ് ഓൾ 2025 ഞാൻ ഈ ജീവനോട് ഇരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നതും ആണ്. അപ്പോൾ സ്റ്റിൽ ലൈക്ക് ഐ ഹാവ് ഗെയിൻ പുട്ട് ഓൺ ഒരു 16 കിലോ ഒക്കെ കൂടിയിട്ടാണ്. സ്റ്റാർ മാജിക്കിലുണ്ടാകുമ്പോൾ ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു. സോ ഇപ്പോൾ ഐ എം ജസ്റ്റ് ലൈക്ക് ഗോയിങ് ഓൺ. സോ ഇറ്റ്സ് ഓൾ ബിക്കോസ് ദാറ്റ് യു ആർ ഓൾ ദെയർ വിത്ത് മീ എന്നുള്ളൊരു ഹോപ്പ് വെച്ചിട്ടാണ് 26 തുടങ്ങിയത്. സോ ഐ ഓൾവേസ് വിഷ് ദാറ്റ് നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും ആൻഡ് യു ഓൾ വിൽ സ്റ്റാൻഡ് വിത്ത് മീ എന്നുള്ളത് എന്താ പറയുക അതൊരു പീസ്ഫുൾ തിങ്ങുമാണ്. സോ ഉണ്ടാവില്ലേ കൂടെ ഉണ്ടാവില്ലേ? യെസ് യെസ് യു ഓൾ ഷുഡ് ബി ദെയർ. ചോദിച്ചോ എന്താ? ഈ കോസ്റ്റ്യൂമിന് എത്ര പൈസയുണ്ട്? ഈ കോസ്റ്റ്യൂം എവിടെ നിന്നാണെന്ന് അറിയോ? നമ്മുടെ ബിനീഷ് ബാസ്റ്റിന്റെ വൈഫ് ഇട്ടില്ലേ കോസ്റ്റ്യൂം, ആ സെയിം പ്ലേസിൽ നിന്നാണ് ദ വോക്ക് ബ്രൈഡ്സ് എന്ന് പറഞ്ഞിട്ട്. സോ തമ്മനത്തുള്ള. സോ എത്ര ആയിരിക്കും? എത്ര എമൗണ്ട് ഉണ്ട്? എത്ര ആയിരിക്കും? ഗസ്. കൊലബല്ല ഗസ്. അത്രേ ഉള്ളൂ, അത്ര തോന്നുള്ളൂ. ഒരു 90,000 എങ്കിലും ഉണ്ടാവും. യാ ബട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട്. സോ ടു ഗോ ദയർ ആൻഡ് എന്താ പറയുക അവർ ഡിസ്കൗണ്ട് ചെയ്ത് തരും. റെൻറ്റഡും അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ദിവസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറവ് ചാർജിൽ അവർ കിട്ടും ചെയ്യും. സോ ഈസി ടു വെയർ. ഈസി ടു വെയർ അല്ല കേട്ടോ, നല്ല കനമുണ്ട്. ഇത് ജിയോ ആണ്. ജിയോ എബ്രഹാം. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ആൻസർ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് അങ്ങനെ പ്ലാനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? അയ്യോ എന്നെ പറയാം. ആള് പറയാൻ പറ്റുമെന്ന് പറഞ്ഞത് ആൾ IT ഫീൽഡാണ്. ഹീസ് വർക്കിംഗ് ഫോർ എ കമ്പനി, MNC കമ്പനിയിൽ. കേരളയല്ല, കോട്ടയമാണ്. എന്തെങ്കിലും ചോദിക്കണുണ്ടോ? എപ്പോഴത്തേക്കാ കല്യാണം? അയ്യോ അത് ചോദിക്കല്ലേ, വേറെന്താ? എന്താണ് ജെസ്സി ഇഷ്ടപ്പെട്ടൊരു ഇഷ്ടപ്പെടാനുള്ള റീസൺ? അയ്യാ അപ്പം മയക്കതാ, ഞാൻ അത് കൊടുത്തോട്ടെ. പറ, എനിക്കും കേൾക്കണം. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? ഓ സ്ഥിരം ഡയലോഗ്. അല്ലല്ല, ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു റീസൺ ഞാൻ കാണുന്നില്ല. അതാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം. പക്ഷെ എന്നാലും പറ, എന്താ ഇഷ്ടപ്പെട്ടെ? ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് എന്നാലും ആണല്ലോ എന്തെങ്കിലും ഇഷ്ടപ്പെടും. സ്റ്റാറായിട്ട് ആക്ച്വലി എന്നെ ഭയങ്കര ഒരു സ്റ്റാറായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളല്ല. അല്ലാതെ എന്താ ഇഷ്ടം പറ?
അല്ലാതെ എന്താ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സെയിം ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഫിറ്റ്നസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും സെയിം ഇൻട്രസ്റ്റ് ആണ്. മോർ ദാൻ ദാറ്റ് ഹി ഈസ് ബ്യൂട്ടിഫുൾ. അതുകൊണ്ടോ? അതൊരു വലിയ കാര്യമാണ്. അങ്ങനല്ല, ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്ന് പറയുന്നത് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്യൂട്ടി മാത്രമല്ല, ഈവൻ ഇന്റലിജൻസ് ലെവലും ഹൈ ആണ്. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു. താങ്ക് യു. ഭർത്താവ് സഹായിക്കും. കർത്താവ് സഹായിക്കും ഉറപ്പായിട്ടും. നമസ്കാരം ജി. ശരി ശരി. ആരാണ് മൈക്കാരാണ്? കഴിച്ചു അടിപൊളിയായിട്ട് കഴിച്ചു. ആക്ച്വലി ഈസ് ലൈക്ക് നോ ആൽക്കഹോൾ, നോ സ്മോക്കിംഗ്, നോ ഷുഗർ ആണ്. സോ ഷുഗറിന് ഞാൻ കഴിച്ചു. ഇനി 10 ദിവസം എന്നോട് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. ആ ഓ പഞ്ചസാര പഞ്ചസാര. ഓ യാ അടിപൊളിയായിരുന്നു. കേരള ഫുഡിൽ എനിക്ക് ഇഷ്ടം എന്താ ബീട്രൂട്ട് ഹൽവ ഉണ്ടായിരുന്നു ഡെസേർട്ടിൽ. എനിക്കത് ഭയങ്കര ഇഷ്ടം. ദാറ്റ് വാസ് നൈസ്. ആൻഡ് കേരള ഫുഡ് എനിക്ക് എല്ലാം ഓക്കെയാണ്, കഴിക്കും. എരിവുള്ളതൊന്നും കഴിക്കത്തില്ല. വെൻ ഈസ് ദയർ ഷുഗർ കട്ടാണ്. ഇവിടുന്ന് എല്ലാം ഷുഗർ കിട്ടുന്നുണ്ട്. യാ താങ്ക് യു. ബേസിക്കലി എവിടെയാണ്? എൻ്റെ കൂർഗാണ്, കൊടക, കർണാടക. യാ ഐ എം നോട്ട് മലയാളി. മടിക്കേരി. യാ 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 മടിക്കേരി. അതെ അതെ അറിയോ? ആ പണ്ട്. ഓക്കെ. യെസ് പിച്ചക്കത്തി. അത് കന്നഡാണ്. എൻ്റെ മദർ ടങ് ബാരിയാണ്, പക്ഷെ അവിടെ സംസാരിക്കുന്ന ആള് കന്നഡത്തിലാണ്.